ആ പ്രതാപൻ എന്നെ വിളിച്ചപ്പോ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയെന്നാ പറഞ്ഞത്. പിന്നീടൊന്നും അറിഞ്ഞില്ല എന്താ സംഭവിച്ചതെന്ന്. നിങ്ങൾ അവിടെ ചെന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ അറിയാൻ. ശരിക്കും അമ്മ പാലിനകത്ത് പൊടി കലർത്തിയായിരുന്നോ? കലക്കാഞ്ഞിട്ടാണോടി ആ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോയെന്ന് പറഞ്ഞത്? അമ്മ ഇതൊക്കെ പറയുമെങ്കിലും ചെയ്യാനുള്ളതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അമ്മേ, അമ്മയ്ക്ക് അറിയാലോ നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ. അമ്മ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അമ്മേ. അവർക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ജനിക്കും. അതോടെ ഈ കുഞ്ഞു പോയ സങ്കടം മാറുകയും ചെയ്യും. കേട്ടോ, ഒരമ്മയ്ക്കും ആ സങ്കടം മാറത്തില്ല. അമ്മയകത്തെ ഇവക്കത് മനസ്സിലാവത്തില്ല. നിനക്കും അങ്ങനെ തന്നെയാ. അതെ, രാവിലെ പാല് വെക്കാനായിട്ട് അപ്പുറത്തെ പെണ്ണ് വന്നപ്പോ അമ്മ ഉമ്മർത്തിരുന്ന് കരയുവാ. അവള് കാരണം തിരക്കി. കരഞ്ഞ് കരഞ്ഞ് അമ്മ നടന്നതൊക്കെ മറ്റുള്ളവരെ അറിയിക്കുമല്ലോ. എന്തായാലും അമ്മ ആരും സംശയിക്കാൻ പോണില്ല. അതെ അതെ, അമ്മയ്ക്ക് മുലപ്പാലില്ലാത്തോണ്ടാ മോൾക്ക് പാൽപ്പൊടി തിളപ്പിച്ചാറ്റി കൊടുത്തേ. പാല് മാറിയപ്പോ കുഞ്ഞു പോയി. അങ്ങനെ എല്ലാരും കരുതൂ. ഞാൻ ഇതിന്റെ പേര് ഉരുകി ഉരുകി തീരുമല്ലോടാ. ഇതിന് വലിയ കുഴപ്പമാവോ? എന്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ചത്? അല്ല, ആ കുഞ്ഞിപ്പോ ആശുപത്രിയിലാണല്ലോ. ഇനി അതിന് രക്ഷയൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉടമ്പടി പ്രകാരമുള്ള പൈസ തന്നൂടെ? കുഞ്ഞ് ആശുപത്രിയിലാണെന്നല്ലേ അറിഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. നിന്റെ അമ്മ അങ്ങോട്ട് പോയോ? ആ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് സാർ. എന്നാ പോയിട്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നെ വിളിക്കേ. അതുകൂടെ കഴിഞ്ഞിട്ടേ നമ്മുടെ ഉടമ്പടി പ്രകാരമുള്ള പൈസ ഞാൻ തരും. സാറേ, എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ തേക്കല്ലേ? എടാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാ, ആഗ്രഹമാ കരയുന്ന കണ്ണനിൽ മഹാലക്ഷ്മി. അത് എന്നേക്കാൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, അറിയാലോ, എന്റെ മോള്. ആ മോളുടെ മുഖത്ത് ചിരി തെളിഞ്ഞ അതിന് കാരണക്കാരായവരെ ആരാണെങ്കിലും ശരി, അവർക്ക് ഞാൻ പറഞ്ഞുറപ്പിച്ച തുക തന്നിരിക്കും. അത് മതി സാറേ. എന്നാലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് പറഞ്ഞതിന്റെ ഒരു ഭാഗം തന്നൂടെ? അതിലൊരു ഭാഗം ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നായിരുന്നല്ലോ, 1 ലക്ഷം. ഇനി ബാക്കി എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ തരത്തുള്ളൂ. എന്താടാ, തന്ന 1 ലക്ഷം അതിനിടയ്ക്ക് അങ്ങ് തീർന്നോ? സാറേ, ഞാൻ പറഞ്ഞില്ലേ, പലിശക്കാരും ബാങ്കുകാരും ഒക്കെ നിത്യേന കയറി ഇറങ്ങാ വീട്ടില്. സാറ് തന്നതിന്റെ 3/4 കൊടുത്തിട്ട് അവരെയൊക്കെ പറഞ്ഞു നിർത്തിയേക്കുക. അതുകൊണ്ട് തൽക്കാലം ആശ്വാസമായല്ലോ നിനക്ക്. ഇനി ബാക്കി തുക തരുമ്പോ നിനക്ക് ആ തുക ബാങ്കുകാർക്കും പലിശക്കാർക്കും ഒക്കെ കൊടുക്കാം ഓരോ മാസവും. എന്ന് വെച്ചാ കുറച്ചു നാളത്തേക്ക് അല്ലില്ലാതെ ജീവിക്കാന്നർത്ഥം. പിന്നെ ബാക്കി വരുന്ന തുകയ്ക്ക് വല്ല തട്ടുകടയോ സ്റ്റേഷനറി കടയോ ഒക്കെ ഇടാൻ നോക്ക്. അപ്പൊ ഒരു വരുമാനാവൂലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിന്റെ അമ്മ അനന്തുവിന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാ ഉടനെ തന്നെ എന്നെ വിളിക്കണം. ഇന്നലെ കുഞ്ഞ് ആശുപത്രിയിലായതുകൊണ്ട് ഇന്നത്തോടെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ ഗേറ്റ് കടന്ന് അനന്തുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീടിന്റെ മുറ്റത്ത് നിറയെ ആളുകളായിരിക്കും. അവരെ എല്ലാം കണ്ട് അകത്തേക്ക് ചെല്ലുമ്പോ കുഞ്ഞിനെ ഹോളിൽ തന്നെ കിടത്തിയിരിക്കുന്നത് കാണാം. ആ കുഞ്ഞിന്റെ അരികിലിരുന്ന് കരയുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ടതിന് ശേഷം അവര് നിന്നെ വിളിക്കും. ആ സമയത്ത് നീ എന്നെ വിളിക്കണം. അപ്പൊ ഞാൻ ഓടി വന്ന് നിനക്ക് തരാനുള്ള പൈസ മുഴുവൻ അങ്ങ് തന്നിരിക്കും. അത് മതി. എന്തായാലും അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞ ഉടനെ ഞാൻ സാറിനെ വിളിച്ചോളാം. ആയിക്കോട്ടെ, ശരി. അതെ, ഇനി നീ എന്നെ വിളിക്കൊന്നും വേണ്ട കേട്ടോ, അതാ പാടോ. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഫോൺ ചോർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങ് പോട്ടെ, നാളെ നമുക്ക് കാണാം. നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവല്ലേ സാറേ? ഇല്ലടാ. പിന്നെ നീ പറഞ്ഞ പോലെ ഞാൻ നിന്നെ തേക്കുകയാണെന്നുണ്ടെങ്കിലേ നീ എല്ലാവരോടും വിളിച്ചു പറഞ്ഞോ കുഞ്ഞിനെ കൊന്നത് ഞാനാണെന്ന്.